ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 35, അതായത് ശ്രീരാമ ഭഗവാന്റെ അവതാര വർണ്ണനത്തിൻ്റെ തുടർച്ചയാണ് വായിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 8ാമത്തെ ശ്ലോകം വരെ വായിച്ചു. അതിൽ സീതയെ വാൽമീകിയുടെ ആശ്രമത്തിൻ്റെ സമീപത്ത് കൊണ്ട് ആക്കിയെന്നും അവിടെ 2 ഉണ്ണികളെ ജന്മം നൽകിയിട്ട് ആ മാമുനിയാണ് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിലാണ് ആ ഉണ്ണികൾ വളർന്നത്. അവർക്ക് 2 പേർക്കും ലവനെന്നും കുശനെന്നും പേരുകൾ നാമങ്ങളും വാൽമീകി നൽകി. നമുക്കിനി 9ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 9. വാൽമീകേസ്ത്വത് സുതോദ്ഗാപിത മധുര കൃതേർ ആജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യപ്തു കാമേഷിതിം അവിശത് അസൗ ത്വം ച കാലാർത്ഥിതോ ഭൂ ഹേതോ സൗമിത്രീ ഖാദീ സ്വയമഥ സരയൂമഗ്ന നിശേഷ ഭൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപദം അഗമോദവേ വൈകുണ്ഠം ആദ്യം. വാൽമീകേസ്ത്വത് സുതോദ്ഗാപിത മധുര കൃതേർ ആജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യപ്തു കാമേഷിതിം അവിശത് അസൗ ത്വം ച കാലാർത്ഥിതോ ഭൂ ഹേതോ സൗമിത്രീ ഖാദീ സ്വയമഥ സരയൂമഗ്ന നിശേഷ ഭൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപദം അഗമോദവേ വൈകുണ്ഠമാദ്യം. ഒന്നും കൂടെ ചൊല്ലാം. വാൽമീകേസ്ത്വത് സുതോദ്ഗാപിത മധുര കൃതേരാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യപ്തു കാമേഷിതിം അവിശത് അസൗ ത്വം ച കാലാർത്ഥിതോ ഭൂ ഹേതോ സൗമിത്രീ ഖാദീ സ്വയമഥ സരയൂമഗ്ന നിശേഷ ഭൃത്യൈ സാഗം നാഗം പ്രയാതോ നിജപദം അഗമോദവേ വൈകുണ്ഠമാദ്യം. ഈ ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീരാമൻ പുത്രന്മാരെ കൊണ്ട് സ്വകൃതമായ രാമായണമെന്ന കൃതി മധുരമായി ഈ ശ്രീരാമനെ യജ്ഞ കവാടത്തിൽ വച്ച് ഗാനം ചെയ്യിച്ച വാൽമീകി മഹർഷിയുടെ ആജ്ഞാനുസരണം ശ്രീരാമൻ സീതയെ കൈക്കൊള്ളാൻ തുടങ്ങിയപ്പോൾ, അതായത് വാൽമീകി മഹർഷി കാണും, ആജ്ഞ കൊടുത്ത് കാണും, സീതയെ കൈക്കൊള്ളാൻ കൊണ്ടുവന്ന് ആശ്രമ കവാടത്തിനടുത്ത് ആക്കിയല്ലോ. അത് അപ്പം വാൽമീകി മഹർഷിയല്ലേ വളർത്തിയത്. അപ്പോൾ ആ വാൽമീകി മഹർഷിയുടെ ആജ്ഞാനുസരണം ശ്രീരാമനോട് പറഞ്ഞനുസരിച്ച് സീതയെ കൈക്കൊള്ളാൻ തുടങ്ങിയപ്പോൾ സീതാദേവി എന്താ ചെയ്തേ? ഭൂമിക്കുള്ളിൽ അന്തർധാനം ചെയ്തു. ഭൂമി പിളർന്ന് താഴേക്ക് പോയി അന്തർധാനം ചെയ്തു. പിന്നെ കാലദേവൻ്റെ അഭ്യർത്ഥന മാനിച്ച് ലക്ഷ്മണനെ വധം നടത്തി. വധിച്ചില്ല, അതിന് പകരം ഉപേക്ഷിച്ചു. ഉടനെ ലക്ഷ്മണനെ വധം ആണ് നടത്തേണ്ടത്. അങ്ങനെ അത് പിന്നെ ഞാൻ വായിക്കുമ്പോൾ മനസ്സിലാവും. ലക്ഷ്മണവധം നടത്തി അങ്ങ് അതായത് ശ്രീരാമൻ സ്വയം ഭക്തന്മാരോടൊപ്പം സരയൂ നദിയിൽ മുങ്ങി സ്വർഗം പൂകി. ശ്രീരാമൻ്റെ ആദ്യ സ്ഥാനമായ വൈകുണ്ഠത്തിൽ എത്തിച്ചേർന്നു. നാരായണൻ്റെ സ്ഥാനമല്ലേ അവിടെ ശ്രീരാമന്. അങ്ങനെ അവിടെ എത്തിച്ചേർന്നു. ശ്രീരാമദേവൻ അശ്വമേധയാഗം നടത്തിക്കൊണ്ടിരിക്കെ യാഗശാല കവാടത്തിലെത്തിയ വാൽമീകി മഹർഷിയുടെ ശിഷ്യഗണങ്ങളുടെ ഗാനാലാപം ശ്രവിക്കാനിടയായി. സ്വന്തം പുത്രന്മാരായ ലവകുശന്മാർ യാഗശാലയിൽ വച്ച് വാൽമീകി മുനി രചിച്ച രാമകഥാകാവ്യം രാമായണം എന്ന കൃതി മനോഹരമായി ആലപിച്ചു. ആ ആലാപനം ആര് കേട്ടു? ശ്രീരാമൻ സന്തുഷ്ടനായി കുമാരന്മാരെന്നറിഞ്ഞു. രഹസ്യമായി സന്തോഷിച്ച്, പുറമേ ആരും കാണാതെ ഭഗവാൻ വളരെ സന്തോഷിച്ച് വാൽമീകിയുടെ ആജ്ഞാ അനുസരണം സീതയെ കൈക്കൊള്ളാൻ തയ്യാറായി. എന്നാൽ സീതാദേവി അമ്മയായ ഭൂമിദേവിയെ ശരണം പ്രാപിച്ചു. ഭൂമിയിൽ നിന്നാണല്ലോ സീതാദേവി ഉത്ഭവിച്ചത്. അവിടെ തന്നെ
അങ്ങ് ഭൂമിയിലേക്ക് ചേരുകയും ചെയ്തു. അമ്മയായ ഭൂമിദേവിയെ ശരണം പ്രാപിച്ചു. ഭൂഗർഭത്തിൽ അന്തർധാനം ചെയ്യുകയാണ് ഉണ്ടായത്. ഇതൊക്കെ കണ്ടപ്പോൾ ശ്രീരാമൻ ദുഃഖിച്ചു. താമസിയാതെ കാലദേവൻ അയോധ്യാപുരിയിലെത്തി. കാലദേവൻ ഒരു താപസന്റെ വേഷത്തിൽ രാമനെ കാണണമെന്നും സംഭാഷണം രഹസ്യമായിരിക്കണമെന്നും സംഭാഷണ മധ്യേ അവിടെ ആരെങ്കിലും വന്നാൽ ആ ആൾ വധിക്കപ്പെടുമെന്നും വ്യവസ്ഥ വച്ചു. കാരണം രഹസ്യമായിട്ട് ശ്രീരാമനുമായിട്ട് സംഭാഷണം നടത്തണം, പക്ഷേ ആരും അറിയരുത്. ഈ താപസന്റെ വേഷത്തിലാണ് കാലദേവൻ വന്നത്. ആ വ്യവസ്ഥ എന്താണ്? ആരെങ്കിലും അവിടെ വന്നാൽ അവരെ വധിക്കണം എന്നാണ്. ആ വ്യവസ്ഥ അനുസരിച്ച് സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കെ ദുർവാസാവ് മഹർഷി ആഗതനായി. ഉടനെ രാമനെ കാണണമെന്നായി. ലക്ഷ്മണനാണ് കാവൽ നിന്നത്. ആരെയും കടത്തി വിടാതിരിക്കാൻ ലക്ഷ്മണനെയാണ് അവിടെ കാവൽ നിർത്തിയത്. അപ്പോൾ ദുർവാസാവ് മഹർഷിയാണെങ്കിൽ കടത്തി വീട്ടിൽ ശപിക്കുകയും ചെയ്യും. അതുകൊണ്ട് ലക്ഷ്മണൻ എന്ത് ചെയ്തു? ചിന്തിച്ചു. എന്താ ചിന്തിച്ചേ? മഹർഷി കോപിച്ചാൽ വംശം മുടിക്കും, മൊത്തത്തിൽ നശിക്കും. അങ്ങനെയുള്ള ശാപമാണ് അദ്ദേഹം എടുത്തത്. അതുകൊണ്ട് ഞാൻ ചെന്നാൽ, അത് ലക്ഷ്മണൻ തന്നെ ചെന്നാൽ ലക്ഷ്മണൻ മാത്രമേ വധിക്കപ്പെടത്തുള്ളല്ലോ, രാജ്യം രക്ഷപ്പെടുമല്ലോ, അല്ലെങ്കിൽ സർവ്വതും അദ്ദേഹം നശിപ്പിച്ച് കളയും, ശപിക്കും. അത് അങ്ങനെ ഓർത്ത് എന്താ ലക്ഷ്മണൻ വിചാരിച്ചു, ലക്ഷ്മണൻ തന്നെ പോയി വിവരം അറിയിക്കാം എന്ന്. അങ്ങനെ ഓർത്ത് ലക്ഷ്മണൻ അന്തഃപുരത്തിലെത്തി. മഹർഷി വന്ന കാര്യം അറിയിച്ചു. വ്യവസ്ഥ അനുസരിച്ചു ലക്ഷ്മണൻ വധിക്കപ്പെടേണ്ടതാണ്. അപ്പം ആരെങ്കിലും ശല്യം ചെയ്താൽ ഭഗവാൻ ശ്രീരാമനും ഈ കാലദേവനും കൂടെ സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെയും അവിടേക്ക് കടത്തി വിടരുത്. വിട്ടാൽ വരുന്നവൻ വധിക്കപ്പെടുമെന്നാണ് വ്യവസ്ഥ. അത് ലക്ഷ്മണനാണ് കാവൽ നിൽക്കുന്ന ആരെയും കടത്തി വിടാതെ. പക്ഷെ ദുർവാസാവിനെ കടത്തി വിട്ടില്ലേ ഞങ്ങൾ ശപിക്കത്തില്ലേ? അതിന് അങ്ങേരെ കടത്തി വിടാതെ എന്തായാലും അവിടെ വിധി എന്നൊക്കെ നടക്കും. അപ്പോൾ ലക്ഷ്മണൻ തന്നെ പോയാൽ ലക്ഷ്മണൻ മാത്രമല്ലേ വധിക്കത്തുള്ളൂ. അതല്ല ഈ ശാപം കിട്ടിയാൽ എന്തുവരും? കടത്തി വിടാതിരുന്ന അയാൾ ശപിക്കും. അപ്പോൾ രാജ്യവും സാർവത്രിനെയും ശപിച്ച് നശിപ്പിക്കും. അതുകൊണ്ട് ലക്ഷ്മണൻ തന്നെ പോയി. അപ്പോൾ വധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഇവിടെ ലക്ഷ്മണൻ എന്ത് ചെയ്തു? ശ്രീരാമൻ വധവും ഉപേക്ഷിക്കലും, അതായത് വധത്തിന് തുല്യമാണ് ശ്രീരാമൻ്റെ അടുക്കൽ നിന്നും ഉപേക്ഷിക്കുന്നത് ഈ അനുജനെ. അതുകൊണ്ട് ഉപേക്ഷിക്കുന്നു പറയുന്നതും വധവും തുല്യമായതിനാൽ രാമൻ ലക്ഷ്മണനെ ഉപേക്ഷിച്ചു. യമധർമ്മൻ യാത്രയായി. ഇത്രയെല്ലാം നടന്നപ്പോൾ യമധർമ്മൻ അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ പോയി. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് രാമദേവൻ സകല ഭക്തഭൃത്യരോടുകൂടി സരയൂ നദിയിൽ മുങ്ങി സ്വർഗാരോഹണം നടത്തി വൈകുണ്ഠം അണഞ്ഞു. അങ്ങനെ ശ്രീരാമൻ സകല ഭൃത്യന്മാരോടുകൂടി സരയൂ നദിയിൽ പോയി മുങ്ങി സ്വർഗാരോഹണം നടത്തി വൈകുണ്ഠം അണഞ്ഞു. യഥാർത്ഥ സ്ഥാനം വൈകുണ്ഠമാണല്ലോ ശ്രീരാമന്. കാരണം ഭഗവാൻ നാരായണനാണല്ലോ ശ്രീരാമൻ. ഭഗവാൻ നാരായണൻ്റെ വാസസ്ഥലമാണല്ലോ വൈകുണ്ഠം. അവിടേക്ക് തന്നെ ചെന്നു. നമുക്ക് 10ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 10. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യ ശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർ നികരാഗസ്ത്യജനമവിഭവേൽ കാമധർമാതിസക്രിയ നോചേൽ സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാചക്രപാണി സത്വം സത്വൈകമൂർത്തേ പവനപുരപതേ വ്യാധുനു വ്യാധിതാപാൻ സോയം മർത്യ അവതാരസ്തവ ഖലു നിയതം മർത്യ ശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനപി ഭവേൽ കാമധർമാതിസക്രിയ നോചേൽ സ്വാത്മാനുഭൂതേ ക്വനു തവ മനസോ വിക്രിയാചക്രപാണി സത്വം സത്വൈകമൂർത്തേ പവനപുരപതേ വ്യാധുനു വ്യാധിതാപാൻ. ഈ ശ്ലോകത്തിൽ ശ്രീരാമ ഭഗവാൻ ഈ മർത്യ അവതാരം ബോധിപ്പിക്കുന്നത്, അതായത് മനസ്സിലാക്കുന്നത് എന്താ? മറ്റുള്ളവർക്ക് കാമത്തിലുള്ള അത്യാസക്തി കൊണ്ട് വിരഹദുഃഖം അനുഭവിക്കാനും ധർമ്മത്തിലുള്ള അത്യാസക്തി കൊണ്ട് നിരപരാധികളെ ത്യജിക്കാനും ഇടയാകുമെന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ, അതായത് മനുഷ്യർക്ക് ബോധ്യമാകണം. ഇവിടെ ഇപ്പം നിരപരാധിയാണല്ലോ ലക്ഷ്മണൻ തന്നെ. എന്താ ഉപേക്ഷിക്കേണ്ട? ഭഗവാന്റെ അത്രമാത്രം സ്നേഹമായിട്ടിരുന്ന ലക്ഷ്മണനെ വധിക്കേണ്ട ഒരു കാരണം എന്താ ഉണ്ടായത്? ആ കാലദേവൻ്റെ ഇതാണ്, ഒന്നിച്ച് കാര്യം പറഞ്ഞ് ആരും കടന്നു വരരുത്, വന്നാൽ അവർ വധിക്കപ്പെടണം എന്നൊരു ആജ്ഞ വച്ചു.
അപ്പോൾ അവിടെ സംഭവിച്ചെന്താ, ദുർവാസാവ് മഹാമുനി മാത്രം അദ്ദേഹത്തിൻ്റെ കാരണമാണല്ലോ ഇദ്ദേഹത്തിന് അവിടെ ഉപേക്ഷിക്കൽ വന്നത്. ശ്രീരാമ ഭഗവാൻ അദ്ദേഹത്തിനെ ഉപേക്ഷിക്കല്ലേ, വധിക്കപ്പെടണം. അതുകൊണ്ട് ഇതെന്താ, എല്ലാ നിരപരാധികൾക്ക് ഇങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ ലോകത്ത് ഇങ്ങനെയാണ് എന്ന് നേരത്തെ കൂട്ടി അറിയിക്കുന്നു. അതായത് നിരപരാധികളെ ത്യജിക്കാനും ഇടയാകുമെന്ന് മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. അല്ലെങ്കിൽ ഭഗവാനെ, ഹേ ചക്രപാണിയായ പരമാനന്ദ സ്വരൂപനായ ഭഗവാന്റെ മനസ്സ് വല്ല വികാരവും ഉണ്ടോ? അതായത് സീതാദേവിയെ ഉപേക്ഷിച്ചത് കൊണ്ടോ ലക്ഷ്മണനെ ഉപേക്ഷിച്ചുകൊണ്ടോ ഭഗവാൻ എന്തെങ്കിലും വികാരമുണ്ടോ? ഭഗവാൻ വികാരമില്ലാത്തവനാകും. ഒന്നിൽ തന്നെയും ഒന്നും ഭഗവാൻ ഒന്നും അങ്ങനെ മറ്റുള്ള മനുഷ്യരെ കണക്കല്ലല്ലോ. ഇതൊക്കെ ഒന്നും ഒരു ചിന്തയും വികാരങ്ങളും ഒന്നും തന്നെയേ ഇല്ല, ഒരു ദുഃഖവുമില്ല. അതാണ് ഹേ ചക്രപാണിയായ പരമാനന്ദ സ്വരൂപനായ ശ്രീരാമ ഭഗവാന് വല്ല മനസ്സിനുണ്ടോ വല്ല വികാരവും? അവിടുന്ന് നിർവികാരനല്ലേ, ഒരു വികാരങ്ങളും ഇല്ല. അങ്ങേക്ക് ദുഃഖമോ സുഖമോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. നിത്യാനന്ദ സ്വരൂപനായ ഭഗവാന് രാഗമോ ദേഷ്യമോ ഒന്നുമില്ല. കാരണം അവിടെ ലക്ഷ്മണനും സീതയൊക്കെ ഇങ്ങനെ നിരപരാധികളാണ്, എന്നാൽ അവരെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ അതിലെങ്ങും ഒരു അർത്ഥവും ഇല്ല എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടുത്തി തരുവാണ്. ഇതിലൊന്നും മമത വേണ്ട എന്നാണ് നമ്മളെ പാഠം പഠിപ്പിക്കുന്നതാണ്. ഇതിൽ കൂടെ നമ്മൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കെട്ടുകൾ അറാതെ, കെട്ടുകൾ അറ്റുപോകാതെ എപ്പോഴും കെട്ടിക്കൊണ്ട് നടക്കുന്ന മനുഷ്യർക്ക് ഇതിലൊന്നും ഒരർത്ഥമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഭഗവാന്റെ അനുജനെന്നോ ഭാര്യയായ സീതയെന്നോ ഒന്നുമില്ല. അവിടെയെല്ലാം എന്ത് വന്നാലും യാതൊരു കുലുക്കവും ഇല്ല, ഒരു വികാരവുമില്ല, ഒരു സങ്കടവുമില്ല, ദുഃഖവുമില്ല, വിഷമവുമില്ല, ഒന്നുമില്ല. അത് നമുക്കൊരു പാഠം തരാനാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ പറയുന്നു, നിത്യാനന്ദ സ്വരൂപനായ ഭഗവാന് രാഗമോ ദേഷ്യമോ ഒന്നുമില്ല. സാധാരണ ജനങ്ങൾക്ക് കാട്ടിക്കൊടുപ്പാനല്ലേ അങ്ങ് സീതാവിരഹ ദുഃഖം അനുഭവിച്ചത്. സത്യത്തിൽ അത് അഭിനയം മാത്രമായിരുന്ന ധർമ്മത്തിലുള്ള നിഷ്ഠയും അത്യാസക്തതയും കൊണ്ടല്ലേ സീതാലക്ഷ്മണന്മാരെ പരിത്യജിക്കേണ്ടി വന്നത്. സീതയും ലക്ഷ്മണനും യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന പരമാർത്ഥ ബോധം ഉണ്ടായിട്ടും അത് ചെയ്യേണ്ടി വന്നില്ലേ? മനുഷ്യർക്കും ഇതുപോലെ അവസരമുണ്ടാകുമെന്ന സൂചനയാണ് ഇവിടെ നൽകിയത്. ഇന്നത്തെ കാലത്ത് തെറ്റ് ചെയ്യാത്തവർ സന്ദർഭവശാൽ ശിക്ഷിക്കപ്പെടുന്ന വാൽമീകിയുടെ ദീർഘവീക്ഷണമാണ് ഇവിടെയും കാണപ്പെടുന്നത്. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ പല പല നിസ്സാരമായ കാര്യത്തിന് വേണ്ടിയിട്ടായാലും ചില സന്ദർഭത്തിൽ നമുക്കതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. വീടും ധനവും മക്കളും എല്ലാം ഉപേക്ഷിക്കും. അവിടെ എല്ലാം ഒരു വികാരവും വരുത്തണ്ട, എല്ലാം ഈശ്വരനാണെന്ന് ചിന്തിച്ച് ഒരിക്കലും മമത ഇല്ലാതിരിക്കാനുള്ള ഒരു പാഠമാണിതിൽ തന്നേക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.